ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ച സർക്കാർ ബാബുവിന്റെ കാര്യത്തിൽ ഉരുണ്ട് കളിച്ചതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ബാർക്കോഴ കേസിൽ മാണിക്കെതിരെ നിയമോപദേശം തേടിയ സർക്കാർ പക്ഷേ ബാബുവിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ നിയമോപദേശം തേടാൻ പോലും തയ്യാറാകാതെ റിപ്പോർട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതിൽ ദുരൂഹത തുടരുകയാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയായിട്ട് പോലും ബാബു തനിക്കെതിരെ ആരോപണമില്ലെന്നും തൻ്റെ പേര് മൊഴിയിലില്ലെന്നും പറഞ്ഞാണ് നടക്കുന്നത്. ബാബുവിൻ്റെ പേര് പറഞ്ഞതായി മൊഴിയുടെ പകർപ്പ് സഹിതം പീപ്പിൾ TV വാർത്തയും നൽകിയിരുന്നു. ലൈസൻസ് ഫീ കുറയ്ക്കുന്നതിന് വേണ്ടി മന്ത്രി ബാബുവിന് 50 ലക്ഷം രൂപ മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി നൽകിയെന്നാണ് ബിജു രമേശിൻ്റെ മൊഴി. ഇതിന് രാജ്കുമാർ ഉണ്ണിയും തൻ്റെ മാനേജർ രാധാകൃഷ്ണനും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മുഹമ്മദ് റസീഫും സാക്ഷികളാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. വിഷയം ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ബിജു രമേശ് തന്നെ തത്സമയം ചേരുന്നു. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, KPCC നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ആന്റണി രാജു, ഒപ്പം അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവരും ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ K ബാബു കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരുന്നത് താങ്കൾ 164-ൽ K ബാബുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. ബാബുവിന് വേണ്ടി പറയാൻ വരുന്ന കോൺഗ്രസിൻ്റെ വക്താക്കളും ആ നിലപാടാണ് ചില പേജുകൾ ചൂണ്ടിക്കാട്ടിയും ആവർത്തിക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്താൻ താങ്കൾ ഇതുവരെ വിശദമായ ചർച്ചയിൽ പങ്കെടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? 164 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നൽകിയത് മാണിസാറുമായതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസുകാരുടെ ആവശ്യപ്രകാരമാണ്. ഞാൻ കോടതിയിൽ കാര്യം ഞാൻ മൊഴി മാറ്റി പറയാതെ ഇരിക്കുന്നതിന് വേണ്ടി മൊഴി കൺഫേം ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയെ കൊണ്ട് തന്നെ എടുപ്പിച്ചത്. ആ സമയത്ത് മാണിസാറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് മാണിസാറിന് മാത്രമല്ല പൈസ കൊടുത്തിട്ടുള്ളത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ 10 കോടി രൂപ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ K ബാബുവിന് നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി ആ സമയത്ത് ആ എമൗണ്ടിൻ്റെ അത് പല സ്ഥലങ്ങളിലായി കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞ നിർദ്ദേശമനുസരിച്ച് എത്തിച്ചിട്ടുള്ളതെന്നാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത്. ആ ഒരു വിവരം കൂടി അതിനകത്ത് ആ സമയത്ത് ഉൾപ്പെടുത്തണമെന്ന് ഉള്ളത് കൊണ്ട് നടന്നൊരു വലിയൊരു ട്രാൻസാക്ഷൻ അതിനകത്ത് കൂടി പറഞ്ഞു. കാര്യം 25 കോടിയോളം രൂപ പിരിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ രമേശ് ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവും. അദ്ദേഹം വിൻസെന്റൻ പോളിന് കൊടുത്ത കത്തിനെ കുറിച്ച്, അദ്ദേഹത്തിനോട് അപമര്യാദയായി പെരുമാറിയ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, കേസിൻ്റെ പ്രസക്തമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെയും കേസിൽ അപ്രസക്തമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചതിനെക്കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ടാവണം. അതായിരിക്കുമല്ലോ ഒരു പരാതി. ഒരു അഭിഭാഷകനിലൂടെ ആയിരിക്കും ആ പരാതികളൊക്കെ തയ്യാറാക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത്തരമൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡോക്ടർ ബിജു രമേശ് അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ ഇതെന്താണ് PJ ജോസഫിനും K മാണിക്കുമെന്ന് മനസ്സിലാകാത്തത്? അവർ പറയുന്ന ഇരട്ട നീതി എവിടെയാണ്? K മാണിയുടെ കാര്യത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ, ശ്രീ K ബാബുവിന്റെ കാര്യത്തിൽ പ്രിലിമിനറി എൻക്വയറി, അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതിരുന്നിട്ടും ഇത് എന്തുകൊണ്ടാണ് PJ ജോസഫിനും മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ K മാണിക്ക് മനസ്സിലാകാത്തത്? അതും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓറിയന്റേഷൻ കൊണ്ടാണോ ശ്രീ PM സുരേഷ് ബാബു? കേരള കോൺഗ്രസിന് മറുപടി പറയാൻ ഞാനില്ല. കേരള കോൺഗ്രസുമായി തർക്കത്തിലേക്ക് പോകരുത്, കേരള കോൺഗ്രസിൻ്റെ ആളുകളുടെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയരുത് എന്ന് പാർട്ടി തീരുമാനമുണ്ട്, പാർട്ടി നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. K ബാബുവിന്റെ കാര്യത്തിൽ നടക്കുന്നില്ല. K ബാബുവിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വിജിലൻസ് DYSP അന്വേഷിക്കുന്നില്ല. അതിനെക്കുറിച്ച് എഴുതിയെടുക്കുന്ന പോലുമില്ല. മോശമായി പെരുമാറുന്നു. അതിനെക്കുറിച്ച് വിൻസെന്റ് പോളിന് കൊടുത്ത പരാതി ഇന്ന് പീപ്പിളിന്റെ ചർച്ചയിലാണ് പുറത്തു വരുന്നത്. ഇത് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ റിപ്പോർട്ട്, പ്രിലിമിനറി എൻക്വയറി എന്ന പേരിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ശ്രീ ലാൽ, ഈ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ബിജു രമേശ് ഈ മൊഴി കൊടുക്കാനായിട്ട് ചെല്ലുന്നതിന് മുൻപ് ശ്രീ ബിജു രമേശോട് പറഞ്ഞു, ഒരു 2 ദിവസമെങ്കിലും എറണാകുളത്ത് നിൽക്കാനായിട്ട് സന്നദ്ധനായി വേണം താങ്കൾ വരാൻ. കാരണം വളരെ വിശദമായി ചോദിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് ബിജു രമേശ് വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി മൊഴി കൊടുക്കാൻ ചെല്ലുന്നത്. രാവിലെ ചെന്ന് ഒരു ഉച്ചയോടുകൂടി തന്നെ ബിജു രമേശോട് പറയുന്നുണ്ട് ഏകദേശം മൊഴിയെടുത്ത് കയ്യാറായി. അപ്പൊ ബിജു പറയുകയും ചെയ്തു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയായിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങളൊക്കെ ഉള്ള ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല.
നിങ്ങളത് അവസാനിപ്പിച്ചു കൊള്ളണം. അങ്ങനെ ബിജു അന്ന് ഇറങ്ങിയ ഉടനെ തന്നെ, അന്നത്തെ ക്ലിപ്പിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്, അന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ഒരു പരാതി രൂപേണ പറയുന്നു. പിറ്റേന്ന് ആലോചിച്ചതിന് ശേഷം ഇത് DGPക്ക് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. നാളിതുവരെ അതുവരെ യാതൊരു നടപടിയെടുത്തില്ല. അതെല്ലാം ഇതിന്റെ പിന്നാമ്പുറങ്ങളുടെ കഥകൾ. നമുക്കിത് നിയമവശത്തേക്ക് വരികയാണെങ്കിൽ ഇത് സത്യസന്ധമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ആ അന്വേഷണത്തിൽ ശ്രീ ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് ഇതിന് നിജസ്ഥിതിയിലേക്ക് പോകുന്നതിനേക്കാളും ഉപരിയായി ഈ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം ഒരു ചടങ്ങെന്ന നിലയിൽ വഴിപാട് കഴിക്കുന്ന പോലെ മാത്രമാണ് ശ്രീ ബിജു രമേശിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. രേഖപ്പെടുത്തിയ മൊഴി പ്രിലിമിനറി എൻക്വയറി ആണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻക്വയറി ആണോ, നിയമപരമായി നിൽക്കുന്നതാണോ, അതുപോലെ തന്നെ വിജിലൻസിന്റെ ഏതെങ്കിലും സർക്കുലർ പ്രകാരം അംഗീകാരമുള്ളതാണോ എന്നുള്ള നിയമപ്രശ്നങ്ങൾ വേറെ ഗുരുതരമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രാഥമികമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഒരു ആവലാതിക്കാരൻ എന്ന നിലയിൽ ഈ കാര്യത്തെക്കുറിച്ച് തനിക്കരുള്ള മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താൻ സന്നദ്ധനായി ചെല്ലുന്ന സമയത്ത് അത് വെളിപ്പെടുത്താനുള്ള അവസരം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ നിഷേധാർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ മതി, ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളിത് ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു, നിങ്ങളുടെ മൊഴിക്ക് ഇത്രയും വിലയുള്ളൂ എന്ന് പറഞ്ഞ് മടക്കി വിടുക, പിന്തിരിപ്പിച്ചു വിടുക. അതിനുശേഷം ഈ മൊഴിയുടെ പകർപ്പ് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക. അപ്പൊ നിയമപരമായി മറ്റ് സംരക്ഷണങ്ങൾ കിട്ടേണ്ടതായിട്ടുള്ള വേദികളിൽ സമീപിക്കാനുള്ള സാധ്യതകളെ അടച്ച് ഒതുക്കുക എന്നുള്ള ഒരു സമീപനം കൂടി ഈ കാര്യത്തിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ വന്നു.